നമസ്കാരം. വി ഡി സതീശൻ എന്നത് വിനായക് ദാമോദർ സതീശൻ മാത്രമല്ല, വി ഡി സതീശൻ താക്കറയും കൂടിയാണ്. ബാൽ താക്കറയുടെ പിന്മുറക്കാരനാണ്. സവർക്കറുടെ വി ഡി സവർക്കറുടെ പിന്മുറക്കാരൻ മാത്രമല്ല, ബാൽ താക്കറയുടെ പിന്മുറക്കാരനുമാണ്. സതീശന് സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് ഒട്ടി നിൽക്കാനുള്ള സവിശേഷമായ കഴിവുണ്ട്. കാരണം അയാളുടെ ബോധവും ചിന്തകളും ഒക്കെ ഈ എക്സ്ട്രീം വലത് തീവ്രവാദത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വംശീയ രാഷ്ട്രീയത്തോടും പ്രാദേശികവാദ രാഷ്ട്രീയത്തിനോടും ചേർന്ന് നിൽക്കാൻ യാതൊരു മടിയുമില്ല. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണം കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ കോൺക്ലേവിലാണെന്ന് തോന്നും, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിമുഖം, കേരള രാഷ്ട്രീയത്തെ പിൻപറ്റിയുള്ള ഒരു അഭിമുഖം നടക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ചാണ്. അതായത് കേരളത്തിലേക്ക് വരുന്ന വിദേശ നാണ്യം കേരളത്തിൽ നിന്ന് ഗണ്യമായി ചോർന്നു പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് കേരളത്തിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 30 ലക്ഷം ഗസ്റ്റ് അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്ന വിദേശ നാണ്യം ചോർത്തിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ക്രമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോകുന്നു. സൈഫൺ എന്നുള്ള വേർഡാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ക്രമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ച പദം. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. തിരുവനന്തപുരം സിറ്റിയിലൊരു ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുക എന്നുള്ള ഒരു 100 കോടിയുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്താണെങ്കിൽ ഒരു 40-50 കോടി അതിൻ്റെ തൊട്ടടുത്തുള്ള തൊഴിലാളികൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പം അതിൻ്റെ 50 കോടിയോളം ഉത്തരേന്ത്യയിലേക്കാണ് കടത്തിക്കൊണ്ടുപോകുന്നത് എന്നാണ്, തൊഴിലാളികൾ കടത്തിക്കൊണ്ടുപോകുന്നത് എന്നാണ് സതീശൻ പറയുന്നത്. ഇതെന്ത് തരം രാഷ്ട്രീയമാണ്? ഏത് തരം സാമ്പത്തിക അവലോകനമാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ചില ചോദ്യങ്ങൾ ഉയർത്തേണ്ടത്? എന്തുകൊണ്ടാണ് 30 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നത്? അതായത് പ്രസ്തുത തൊഴിലിടങ്ങളിലുള്ള വേക്കൻസിയാണ് അതിഥി തൊഴിലാളികൾ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നത്. അതായത് അവിദഗ്ധ തൊഴിൽ മേഖലയിൽ മലയാളിക്ക് വലിയ താല്പര്യമില്ല. സംഘടിതമായ താല്പര്യങ്ങൾ അവിദഗ്ധ തൊഴിൽ മേഖലയിലില്ല. മലയാളി അതിൻ്റെ അടുത്ത ലെവൽ തൊഴിൽ മേഖലയാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. മലയാളി വിദേശത്തേക്ക് പോകുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ റെമിറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് താല്പര്യം. ഇവിടുന്ന് 1000 റുപ്യ കിട്ടിയാൽ പോരാ, ആ 1000-ന് 2 മടങ്ങ് അധികം കിട്ടുന്ന ജോലി ചെയ്യാനാണ് മലയാളി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളി അത്തരം തൊഴിൽ സാധ്യതകൾ തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ആ ഒരു വേക്കം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ നമ്മളെക്കാൾ കുറഞ്ഞ വേതനത്തിന് തൊഴിൽ ചെയ്യുന്നത് കൊണ്ടല്ല. അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ രംഗത്തുള്ള അവിദഗ്ധ മേഖലയിലുള്ള തൊഴിൽ വേക്കം, ആ വേക്കം ഫില്ല് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് ഒരു സമ്പദ്ഘടനയുടെ അതേപോലെ സാമൂഹിക വളർച്ചയുടെ സൂചകമാണ്. സമ്പദ്ഘടന വളരുന്നതിനനുസരിച്ച് ഇവിടെയുള്ള തദ്ദേശീയ സമൂഹം കുറച്ചുകൂടി അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും, അവൻ്റെ ജീവിത നിലവാരം കൂടും. അപ്പം അതിനനുസരിച്ച് അവന് വരുമാനം വേണം. ആ വരുമാനം കിട്ടുന്ന മേഖലയിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കും. അപ്പം അവർ ആദ്യകാലങ്ങളിൽ ചെയ്ത തൊഴിലിലേക്ക് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള അവിദഗ്ധ തൊഴിലാളികൾ വരും. അതൊരു സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്. ഇപ്പൊ സതീശൻ ഉയർത്തുന്നത് പ്രാദേശികവാദത്തിന്റെ രാഷ്ട്രീയമാണ്, വംശീയതയുടെ രാഷ്ട്രീയമാണ്. ഇത് തീവ്ര വലതുപക്ഷങ്ങള് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വളർത്താൻ വേണ്ടി എല്ലാ കാലത്തും ഉപയോഗിച്ച അജണ്ടയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സതീശൻ വി ഡി സവർക്കറുടെ പിന്മുറക്കാരൻ മാത്രമല്ല, ബാൽ താക്കറയുടെ പിന്മുറക്കാരൻ കൂടിയാണ്. കാരണം മുംബൈയിൽ നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ വ്യാവസായിക വളർച്ചയെ തുടർന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക്
മലയാളിയും തമിഴനും ഒക്കെ വലിയ രീതിയിൽ തൊഴിൽ തേടി ബോംബെയിലെത്തിയ ഒരു ഘട്ടത്തിലാണ് മണ്ണിന്റെ മക്കൾ വാദം ഉയർന്നു വന്നത്. വാദം ഉയർത്തിയിട്ട് ബാൽ താക്കറെയുടെ രാഷ്ട്രീയം അവിടെ, ശിവസേനയുടെ രാഷ്ട്രീയം അവിടെ ഉയർന്നു വരുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യക്കാര് മഹാരാഷ്ട്രയെ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതേ രാഷ്ട്രീയത്തിന് നാന്തി കുറിക്കുകയാണ് വി.ഡി. സതീശൻ എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ ചെയ്യുന്നത്. ഇത് നാളെ ഏറ്റെടുക്കാൻ പോകുന്ന ആരാണ്? സംഘപരിവാറായിരിക്കും, സംശയമില്ല. സതീശൻ തുടങ്ങി വെച്ച ഈ രാഷ്ട്രീയം കേരളത്തിൽ ഏറ്റെടുക്കാൻ പോകുന്നത് സംഘപരിവാറായിരിക്കും. അപ്പം സംഘപരിവാർ ഈ അർത്ഥത്തിൽ സംസ്ഥാനത്തുള്ള തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യ സംസ്ഥാനക്കാരെല്ലാം തമ്മിലടിച്ചുകൊണ്ട് അവർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും